ഹായ്, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. പലതരത്തിലുള്ള ചിക്കൻ കറികൾ നമ്മൾ വെക്കാറുണ്ട്. ഇന്ന് വെക്കുന്ന നാടൻ രീതിയിൽ വറുത്തരച്ച ചിക്കൻ കറി നമുക്ക് നോക്കാം. നമ്മൾ 1 കിലോ ചിക്കനും കൊണ്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. ഇത് 1 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ പുരട്ടി വെച്ചതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ കറിക്കുള്ള ഒരു മസാല തേങ്ങ വറുത്തരച്ചെടുക്കണം. ആ തേങ്ങയ്ക്ക് വേണ്ടി 1 സ്പൂൺ വെളിച്ചെണ്ണ, തേങ്ങ വറുക്കുന്നതിനായിട്ട് ഒരു പിഞ്ച് പെരിഞ്ജീരകം, 2 ചെറിയ ഏലക്ക, 2 ഗ്രാമ്പു, ഒരു പിഞ്ച് പട്ട, ഇത്രയും നമ്മൾ എണ്ണയിലിടാം. ഇതിലേക്ക് 6 സ്പൂൺ തേങ്ങയാണ്, 1 തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് ചെറിയ തീയിൽ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. നമ്മളിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ തീ കുറച്ചിട്ട് ഇളക്കണേ. ഇതിപ്പം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം ഓണാക്കി ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. ആ മുളക് പൊടിയുടെയൊക്കെ ആ കുത്തമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാൻ വെക്കാം. വറുത്തരച്ച തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ. ഈ കറിക്കൊക്കെ വെളിച്ചെണ്ണയായിരിക്കും ടേസ്റ്റ് കൂടുതൽ, നാടൻ കറി ആയതുകൊണ്ട്. ഇത് 1 കുടം വെളുത്തുള്ളി, 10 കുരുമുളക്, ഒരു പിഞ്ച് പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണേ. അത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണയിൽ വാട്ടുക. ഇതിൻ്റെ ആ പച്ചക്കുത്ത് മാറി കിട്ടുന്നോടം വരെ നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പം അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും ഒക്കെ ഇപ്പം ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. ഇതപ്പോൾ ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയുണ്ട്, നമുക്കതിട്ട് കൊടുക്കാം. നമ്മളിത് മിക്സിയുടെ ജാറിൽ വെള്ളം തൊടാതെ അരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയായി. ഇനി നമ്മൾ അതിനെ ഒന്നും ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അരയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരും. നല്ല തേങ്ങയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുവേ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവോളയുടെ പകുതിയാണ്, ഒരു വലിയ സവോളയുടെ പകുതി, ചെറുതാണെങ്കിൽ ഒരു ചെറിയ സവോള, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് സവോളയ്ക്കൊക്കെ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 തക്കാളി, നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിക്ക് അധികം പുളിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് 1/2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ സവോളയും തക്കാളിയും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിക്കകത്ത് നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. സവോളയായിട്ട് ആ ചിക്കനൊക്കെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. വെള്ളമൊന്നും നമ്മളിപ്പോൾ ഈ കറിയിൽ ഒഴിക്കുന്നില്ല. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഊറി വരുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ പൊടിച്ച് വെച്ച് വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ തേങ്ങ അരച്ചിരിക്കുന്നത്. ആ തേങ്ങ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകി ഇത് തിളച്ച വെള്ളമാണ്. നമ്മൾ ഈ കറികൾക്കെല്ലാം അടുപ്പിൽ വെച്ച് കഴിഞ്ഞ് പിന്നെ തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ ആ ടേസ്റ്റ് തന്നെ പോകും. എപ്പോഴും നമ്മൾ ഓർത്തോണം, ഏത് കറിക്കാണെങ്കിലും തിളച്ച വെള്ളം ഒഴിക്കുന്നത് ആ ടേസ്റ്റ് കൂടുതൽ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ വെള്ളമൊക്കെ ആവശ്യത്തിന് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് കറി തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു 20 മിനിറ്റ് ഫ്ലെയിം കുറച്ച് ഇട്ട് വേവിക്കണേ. നമ്മുടെ ചിക്കൻ കറി ഇപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടില്ലേ. ഇത് ഞാനിപ്പോൾ ഇവിടെ കള്ളപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല കോട്ടയം സ്റ്റൈൽ കള്ളപ്പത്തിൻ്റെ കൂടെ. പിന്നെ പിടിയില്ലേ, നമ്മുടെ
കോഴിയും പിടിയും, ആ പിടിയുടെ കൂടെ ഒക്കെ ഈ കറി നല്ല കോമ്പിനേഷനാണ്. വറുത്തരച്ച ചിക്കൻ കറി പിടിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. അതിന് ഒരു തണ്ട് കറിവേപ്പില, 2 ഉണക്കമുളക് കട്ട് ചെയ്തത്, 6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. ഈ കറിയെല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. 1 സ്പൂൺ വെളിച്ചെണ്ണ, ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉണക്കമുളക്, ചെറിയ ഉള്ളി ആയിട്ട് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1.5 തണ്ട് കറിവേപ്പില. നമ്മുടെ ഉള്ളി ഇപ്പം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി ഇളക്കല്ല, ഉടനെ നമ്മൾ മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കണം. നമ്മുടെ ഈ കറികളെല്ലാം നമ്മൾ സെർവ് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇപ്പം കണ്ട നമ്മുടെ കറിക്ക് നല്ല കളറും എല്ലാം ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ നാടൻ വറുത്തരച്ച ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് കളപ്പട്ടിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.